നമ്മളിന്ന് യൂണിയൻ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും സ്ട്രക്ചറിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളിൽ കാര്യമായിട്ട് തന്നെ ആ വക ഏരിയകളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 7 lakhs നിന്ന് 12 lakhsലേക്കൊക്കെ എക്സംഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അങ്ങനെ ടാക്സ് റേറ്റുകളിലൊന്നും അങ്ങനെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. പ്രത്യേകിച്ച് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആക്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഇൻകം ടാക്സ് ആക്ട് നമ്മളെടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഫിനാൻസ് ആക്ട് 2026 എടുത്ത് അമെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻകം ടാക്സ് ആക്ട് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് വലിയ കാര്യമായിട്ട് തന്നെയായിട്ടാണ് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇൻക്ലൂഡിങ് 1961 ആക്ടും 2025 ആക്ടും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ആംഗിളിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ CS ശ്രീലക്ഷ്മി ജി ആണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സ്മോൾ ടാക്സ് പേയേഴ്സിന് റിലാക്സേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ ബഡ്ജറ്റിൽ. അത് സാധാരണ നമുക്കൊരു TDS ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് ടാക്സ് ഒന്നും വരുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കണ പോലെ മിക്കവാറും TDSൻ്റെ പ്രൊവിഷൻസ് ഒക്കെ അങ്ങനെയാണല്ലോ. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ 10% വരുന്നു. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ട്രാൻസാക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ പലപ്പോഴും അപ്പോൾ നമുക്കൊരു ലോവർ TDS വേണം, അല്ലെങ്കിൽ ഒരു നിൽ TDS വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് റൂട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സേ ഫോം നമ്പർ 13 അല്ലാന്നുണ്ടെങ്കിൽ 15G 15H ഇങ്ങനെയൊക്കെയുള്ള. പക്ഷേ അവിടെയൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു സീലിംഗ് കഴിഞ്ഞാൽ ഇതൊക്കെ അപ്ലിക്കബിൾ ആണെന്ന് അർത്ഥം. അപ്പോൾ ഒരു നല്ലൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറീനെ ഡിഫൈൻ ചെയ്തിട്ട് അപ്പോൾ അവർക്ക് ഈ TDS ഒഴിവാക്കാനായിട്ട് ഒരു പുതിയൊരു മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു അതോറിറ്റിയുടെ അടുത്ത് ഇൻകം ടാക്സ് ഓഫീസർ ആവണം നിർബന്ധമില്ല, പുതിയൊരു അതോറിറ്റിയുടെ അടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇൻകം ടാക്സ് റൂൾസ് 2025 വന്നിട്ടില്ല. അപ്പോൾ റൂൾസ് 2026 ആയിരിക്കും. കാരണം ഇപ്പോൾ ഈ 2026 അത് വരുന്നത്. അപ്പോൾ മിക്കവാറും റൂൾസിലായിരിക്കും അത് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഫോം, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീഡിങ്സ്. അപ്പം നല്ലൊരു മൂവ്മെൻ്റ് ആണത്. അതായത് TDSുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി നമുക്കൊരു ലോവർ ഡിഡക്ഷനിൽ നമുക്ക് ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ നിൽ ഡിഡക്ഷനിൽ സ്മോൾ ടാക്സ് പേയേഴ്സിന് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ TDSുമായിട്ട് ബന്ധപ്പെട്ട് ഡെപ്പോസിറ്ററി സർവീസസ് വന്നിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അതും വലിയ നല്ലൊരു മൂവ്മെൻ്റ് ആണ്. അതായത് എന്താ മേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് ഇപ്പോൾ സെറോദയിലൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കമ്പനികളിൽ ഷെയർ ഉണ്ട്. അപ്പോൾ ഈ കമ്പനികളിൽ നിന്നൊക്കെ എനിക്ക് ഡിവിഡൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 5000 രൂപയെക്കാട്ടും കൂടുതൽ ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് TDS അപ്ലിക്കബിൾ ആവും. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു 40 കമ്പനിയിൽ ഷെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലായിടത്തുനിന്നും 5000 രൂപയെക്കാട്ടും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 40 കമ്പനിയിലേക്ക് ഇയാൾ ഈ ഫോം നമ്പർ 15G ഇങ്ങനെ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഇതായിരുന്നു. ഇപ്പോഴത്തെ നിയമത്തിൽ ഇപ്പോൾ പറഞ്ഞ അമെൻമെന്റിൽ പറയുന്നത് ഇത് നമ്മൾ സെൻട്രൽ ഡെപ്പോസിറ്ററിക്ക് നേരിട്ട് ഫയൽ ചെയ്താൽ മതി. സെൻട്രൽ ഡെപ്പോസിറ്ററി അവിടെ നിന്ന് കൺസേൺഡ് കമ്പനികൾക്ക് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്തിട്ട് TDS പിടിക്കാതെ വരും എന്നുള്ളതാണ്. അപ്പോൾ പല കേസിലും ചിലപ്പോൾ ആളുകൾ ഷെയർ വാങ്ങിച്ചു വെച്ചിട്ട് അത് വിൽക്കണമെന്നും ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ ഡിവിഡൻഡോ ചിലപ്പോൾ അത് ടാക്സബിൾ ലിമിറ്റിൽ താഴെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇനി റീഫണ്ട് വാങ്ങാൻ വേണ്ടി റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒഴിവാകും. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഈസ് ഓഫ് ഡൂയിങ് അല്ലെങ്കിൽ ഒരു സംഭവമാണ്. ഒരു സിംഗിൾ വിൻഡോ എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് മുമ്പ് 40 സ്ഥലത്തേക്ക് നമ്മൾ 15Gക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇപ്പോൾ അത് ഒരൊറ്റ സിംഗിൾ വിൻഡോയിൽ, അതായത് നമ്മൾ CDSLലേക്കോ NSDLലേക്കോ നമ്മളൊരു അപ്ലിക്കേഷൻ നമ്മുടെ 15G സബ്മിറ്റ് ചെയ്താൽ മതി. അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും എവിടെയും ചെയ്യുന്നത്. ഡിവിഡൻഡായിട്ട് ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, ഇപ്പോൾ യൂണിറ്റ്സിൻ്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ട്, ബോണ്ടുകളുണ്ട്, ലിസ്റ്റഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കോമൺലി അപ്പോൾ വലിയൊരു റിലാക്സേഷനാണ്. അപ്പോൾ TDSുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശരിക്കും ഗവൺമെൻറ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഈസ് ഓഫ് ഡൂയിങ് നമുക്ക് ശരിക്കും ചെയ്യുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഒരു 10 years ഒക്കെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് അർത്ഥം. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മളുടെ പല ആളുകളും എനിക്ക് തോന്നുന്നത് ഈവൻ ടാക്സ് പ്രാക്ടീഷേഴ്സ് അടക്കം പലരും ഇൻകം ടാക്സ് ആക്ട് 2025 ഈ April 1, 2026 മുതൽ വരെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിൽ തന്നെ ഇങ്ങനെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു April 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട്. ആക്ച്വലി ഇത് വന്ന് പാസ്സായിട്ടൊക്കെ മാസങ്ങളായി, പക്ഷേ പലരും അത് അപ്ഡേറ്റഡ് ഒന്നുമല്ല. ഇങ്ങനൊരു കാര്യം ഈവൻ പ്രാക്ടീഷണേഴ്സ് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു.
ഏപ്രിൽ തൊട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന ആളുകളുടെ അടുത്ത് പ്രാക്ടീസിങ് ഫീൽഡിലുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. ഇൻകം ടാക്സ് ആക്ട് അടിമുടി മാറാനായിട്ട് പോവുകയാണ്. 1961 ആക്ട് ഒന്നുമല്ല, 2026 അമെൻമെൻ്റ് ഒന്നുമല്ല. പല ആളുകളും ഇത് അമെൻമെൻ്റ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അമെൻമെൻ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് ടാക്സ് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ GST വരുമ്പോൾ, നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ്, ഒരു ലൈവ് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയായാലും ജോയിൻ ചെയ്യുക. നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ശരിക്കും ഒന്ന് മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇൻകം ടാക്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് 2025 ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കോഴ്സ് ബണ്ടിലുകൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ AI ഒരു ബേസിക് കോഴ്സ് ഉണ്ടായിരുന്നു, AI ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ഫോർ അക്കൗണ്ടൻസ് പറഞ്ഞ് നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആ വർക്ക്ഷോപ്പുകൾ, എല്ലാ കോഴ്സുകളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവർക്ക് ലഭിക്കും. മാത്രമല്ല നമ്മൾ ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു ഫസ്റ്റ് 6,000 റുപ്പീസാണ് നമ്മളുടെ കോഴ്സിൻ്റെ നമ്മൾ മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം, നമ്മളൊരു 100 ആളുകളാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. ഇപ്പോൾ ഓൾറെഡി 100 കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിമാൻഡ് വന്ന കാരണം ഞാനൊരു 500 ആളുകൾക്ക്, ഫസ്റ്റ് 500 ആളുകൾക്ക് നമ്മൾ 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ഇപ്പോഴും നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്ന മലയാളത്തിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.